പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങൾ ഏകദേശം ഇങ്ങനെയാണ്. പഴയ ജീവിത രീതികൾ കൊണ്ട് രൂപം കൊടുത്ത ആസക്തികൾ നിറഞ്ഞ പഴയ മനുഷ്യനെ ദൂരെ എറിയുവേ, എന്നിട്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. എന്താണ് പൗലോസ്ലീഹ ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നതെന്ന് തുടർന്ന് വരുന്ന വാക്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. മോഷ്ടാക്കൾ മോഷണം നിർത്തട്ടെ, അവർ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കട്ടെ, ആരുടെയും അധരങ്ങളിൽ നിന്ന് തിന്മ നിറഞ്ഞ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് അവരുടെ ഉന്നതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കട്ടെ, ദ്വേഷവും പകയും മത്സരവും മാറ്റിവെച്ച് അനുകമ്പയോടും ആർദ്രതയോടും കൂടി മറ്റുള്ളവരോട് പെരുമാറട്ടെ. ഇത്തരം കാര്യങ്ങളാണ് തുടർന്ന് പൗലോസ്ലീഹ പറയുന്നത്. ചുരുക്കത്തിൽ തിന്മയിൽ നിന്നും അകലം പാലിക്കുക, നന്മയെ നെഞ്ചിലേറ്റുക, ഇതാണല്ലോ പൗലോസ് പറയുന്നതിനർത്ഥം. ഈ ആത്മീയതയെക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ ഒരെണ്ണം ആത്മീയത ആർട്ടിഫിഷ്യലാണ്, കൃത്രിമമാണ് എന്നുള്ളതാണല്ലോ. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സഹജവാസനകളെ അത് അമർച്ച ചെയ്യുന്നു, വളരെ കൃത്രിമമായിട്ട് ജീവിക്കാൻ അത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് വിമർശനം. ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ സത്യത്തിൽ പൗലോസ്ലീഹ അത് തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ്റെ സഹജമായ ക്രോധം, കോപം, തിന്മ, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഒപ്പം അത്ര സഹജമല്ലാത്ത ക്ഷമ, കാരുണ്യം, ആദരവ്, ഇതൊക്കെ പരിശീലിക്കുക എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്: എന്താണ് മനുഷ്യോചിതമായിട്ടുള്ളത്? മാനുഷികമെന്ന് വിളിക്കാവുന്നത് എന്താണ്? അടിക്ക് തിരിച്ചടിക്കുന്നതാണോ മനുഷ്യോചിതം, അതോ തിരിച്ചടിക്കാത്തതാണോ മനുഷ്യോചിതം? കൊതി തോന്നുന്ന കാര്യങ്ങളെല്ലാം അകത്താക്കുന്നതാണോ മനുഷ്യോചിതം, അതോ ചില ആഗ്രഹങ്ങളെ വരുതിയിൽ നിർത്തുന്നതാണോ മനുഷ്യോചിതം? ഒരു കടുവയെ എടുക്കുക. ഏത് കടുവയാണ് നമ്മൾ നല്ല കടുവയെന്ന് വിളിക്കുന്നത്? നല്ല ആരോഗ്യമുള്ള, കൊഴുത്തും മെഴുത്ത, വീര്യവും ക്രൗര്യവുമുള്ള, വേഗതയുള്ള, മറ്റൊരു കടുവയെ പോലും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുന്ന കടുവയാണ് നല്ല കടുവയല്ലേ. മെലിഞ്ഞുണങ്ങിയ കടുവ നല്ല കടുവയല്ല, കൊഴുത്തു മുഴുത്ത ആ കടുവയാണ് നല്ല കടുവ. ഈ ഒരു ഫ്രെയിം വർക്കിൽ നോക്കിയാൽ അടുത്തയിടെ ഒരു 10ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചു കൊന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ. ഈ ഫ്രെയിം വർക്കിൽ നോക്കിയാൽ അവരാണ് നല്ല മനുഷ്യർ. പക്ഷെ അല്ലെന്ന് നമുക്കറിയാം. അവർക്ക് ക്രൗര്യമുണ്ട്, വീര്യമുണ്ട്, കൊല്ലപ്പെട്ട കുട്ടിയേക്കാൾ കരുത്തുണ്ട്. പക്ഷെ അവർ മനുഷ്യരല്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരം കുട്ടികളെ അല്ല നമ്മൾ മനുഷ്യരെന്ന് വിളിക്കുക. പിന്നെയോ സ്വന്തം ജീവൻ തൃണവൽഗണിച്ചും വെള്ളത്തിലൊലിച്ചു പോകുന്ന ഒരു കുട്ടിയെ രക്ഷിക്കുന്നവനെയാണ് നമ്മൾ മനുഷ്യനെന്ന് വിളിക്കുക. അതേ കണക്ക് സഹജമായ ചില കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും വേലിയേറ്റങ്ങളിൽപ്പെട്ട് ഉഴറുന്ന ജീവിതങ്ങളെ അല്ല നമ്മൾ മനുഷ്യോചിതമെന്ന് പറയുക. പിന്നെയോ ചില ആഗ്രഹങ്ങളെ നിഗ്രഹിക്കുന്ന ജീവിതങ്ങളെ നോക്കിയാണ് നമ്മൾ മനുഷ്യോചിതം എന്ന് പറയണത്. പറഞ്ഞു വരുന്നത്, ഒരു കടുവ തൻ്റെ സഹജവാസനയെ അനുസരിച്ച് പെരുമാറുന്നത് വഴി നല്ല കടുവയാകുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ തൻ്റെ സഹജവാസനകൾക്കനുസരിച്ച് മാത്രം പെരുമാറിയാൽ അവൻ മനുഷ്യനാകുന്നില്ല എന്ന് തന്നെയാണ്. തൻ്റെ ആഗ്രഹങ്ങളെ നല്ല അച്ചടക്കത്തിനും നിരന്തരമായ പരിശീലനത്തിനും വിധേയമാക്കി ആർജിച്ചെടുക്കുന്ന ചില ഗുണവിശേഷണങ്ങൾ ഉള്ളവരെയാണ് നമ്മൾ മനുഷ്യരെന്ന് വിളിക്കുക. ഇതിൻ്റെ ചുവട് പിടിച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ആത്മീയതയെക്കുറിച്ചുള്ളൊരു നിർവചനം നമ്മൾ പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. അത് മഹാത്മാഗാന്ധി പറഞ്ഞെന്ന് ചിലർ പറയുന്നു, അല്ല സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞതെന്ന് പറയുന്നു. എന്തായാലും നിർവചനം ഇതാണ്: സ്പിരിച്വാലിറ്റി ഈസ് ദി ആർട്ട് ഓഫ് ഡിസ്കവറിങ് ദ ബെസ്റ്റ് ഇൻ വൺ സെൽഫ്. നമ്മുടെ ഉള്ളിലെ ഏറ്റവും നല്ലതായതിനെ സാക്ഷാത്കരിക്കുന്ന കലയുടെ പേരാണ് ആത്മീയത. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് കലയെന്നുള്ളതാണ്. ഏതൊരു കലയും കണക്ക് ആത്മീയതയും ജന്മസിദ്ധമാണ്, ഒപ്പം പരിപാലിച്ച് പരിപോഷിപ്പിക്കേണ്ടതുമാണ്. ഇപ്പോൾ റോജർ ഫെഡറർ എന്ന് പറയുന്ന ടെന്നീസിലെ ഇതിഹാസം, അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് കളിച്ചു എന്നാണ് നമ്മൾ പറയണത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളോ പ്രഭാഷണങ്ങളോ ഒക്കെ കേട്ടാൽ മനസ്സിലാകും, കൊല്ലങ്ങൾ നീണ്ടുനിന്ന കഠിനമായ അധ്വാനത്തിലൂടെയാണ് അദ്ദേഹം നമുക്ക് നാച്ചുറൽ എന്ന് തോന്നുന്ന രീതിയിൽ കളിക്കാൻ പറ്റിയത്. ഇതേ രീതിയിൽ ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലും നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ എല്ലാവരുടെയും നെഞ്ചിൽ പാകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വിത്ത് അത് സ്വാഭാവികമായി വളരുകയില്ല.
ഒരു പൂന്തോട്ടത്തിൽ വിതയ്ക്കപ്പെടുന്ന വിത്ത് സ്വാഭാവികമായി വളർന്ന് ഫലം ചൂടില്ല. അതിന് ചുറ്റും വേലി കെട്ടേണ്ടതുണ്ട്, അതിനെ കിളച്ചു മറിക്കേണ്ടതുണ്ട്, അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. കൃത്യമായ നിയന്ത്രിതമായ സാഹചര്യത്തിലും കൃത്യമായ അച്ചടക്കത്തിന് വിധേയമാക്കിയുമാണ് അത് ഫലം ചൂടുക. അതേ കണക്ക് നമ്മുടെ ഉള്ളിലെ ദൈവികത എന്ന സാധ്യതയെ സാക്ഷാത്കരിച്ചെടുക്കണമെങ്കിൽ കഠിനമായ അച്ചടക്കത്തിനും നിരന്തരമായ പരിശ്രമത്തിനും പരിപാലനത്തിനും നമ്മെ തന്നെ വിധേയരാക്കേണ്ടതുണ്ട്. നോമ്പുകാലം സത്യത്തിൽ അത്തരമൊരു കാലമാണ്. സ്വാഭാവികമായി വളർന്നു വരുന്ന ഒന്നല്ല ആത്മീയത എന്നത്. ഡ്രൈവ് ചെയ്ത് ഒരാൾ ഡ്രൈവറായി തീരുന്നത് പോലെ, ഓടി 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 ഒരാൾ ഓട്ടക്കാരനായി മാറുന്നത് പോലെ ക്ഷമിച്ചാണ് ഒരാൾക്ക് ക്ഷമിക്കാനാവുക. സ്നേഹിച്ചാണ് ഒരാൾക്ക് സ്നേഹമായി മാറാൻ പറ്റുക. പൗലോസ് ലീഹ 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു കായികാഭ്യാസി തൻ്റെ ശരീരത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നത് കണക്ക് ഞാൻ എൻ്റെ ശരീരത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു. നോമ്പുകാലം ഉന്നതമായൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാനും അച്ചടക്കത്തിന് വിധേയമാക്കാനുമുള്ള കാലമാണ്. കർത്താവിൻ്റെ കാരുണ്യവും കൃപയും കൊണ്ട് അത്തരം ശ്രമത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്കാകട്ടെ.